അയ്യോ അയ്യോ, ഞാൻ ഇതെങ്ങനെ സഹിക്കുവേ? ആ നിൽക്കുന്ന നിപ്പ് നോക്ക്. എന്റെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് ഞാൻ കഷ്ടപ്പെട്ട ഒരു കാറ് വാങ്ങിച്ച് എന്റെ ഭാര്യക്ക് ഇഷ്ടപ്പെട്ടത്, അത് പൂജിക്കാനെന്ന് പറഞ്ഞ അമ്പലത്തിന്റെ ഗ്രൗണ്ടിൽ കൊണ്ടിട്ട് ഈ നിൽക്കുന്ന കാലന്റെ ആന മതളവി ചവിട്ടി പൊട്ടിച്ചിട്ടാണ്. എന്റെ ദൈവമേ, ഞാൻ ഇതെങ്ങനെ സഹിക്കുവേ? എടാ, മനുഷ്യന്മാര് വല്ലവരും ആണെങ്കിൽ ആന ഇളഞ്ഞ അമ്പലപ്പറമ്പിൽ ഈ കാർ കൊണ്ടേ പാർക്ക് ചെയ്യോ? നീ പൂജിക്കാനല്ല വന്ന അമ്പലത്തിന്റെ അകത്ത് കൊണ്ടായിടണം. നീ എന്തോന്ന് വർത്താനാണോ ഈ പറയുന്നത്? എടാ, അമ്പലത്തിന്റെ നടപ്പന്തലിൽ ചെറിയ വഴിയല്ലേ, വണ്ടി ഓടിച്ച് കയറ്റുമ്പോ സൈഡ് ഗ്ലാസ് ഉറഞ്ഞ് ചിലപ്പോ സ്ക്രാച്ച് ആയാലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഈ ഗ്രൗണ്ടിൽ കൊണ്ടിട്ടത്. അപ്പോഴാണ് നിന്റെ ആന ഈ പരിപാടി ഇവിടെ ഒപ്പിച്ചു വെച്ചത്. ഈ സൈഡ് ഗ്ലാസിന് ഒന്നും പറ്റിയിട്ടില്ല. നിക്കുന്ന നിപ്പ് നോക്ക്. ആൾക്കാര് വിചാരിക്കും പ്ലാസ്റ്റോ പാരിസി കൊണ്ടുപോയ ശ്രീകൃഷ്ണന്റെ പ്രതിമയാണെന്ന്. എന്റെ പൊന്നടാവേ, എന്റെ ആന അല്പം അപ്ഡേറ്റഡ് ആയി പോയി. എന്തോന്ന് അപ്ഡേറ്റഡ് നിന്റെ ആന? ഈ അടുത്തൊരു അമ്പലത്തില് ആന അടിച്ചിട്ട് 3-4 കാറ്, ബസ് ഇതൊക്കെ ചവിട്ടി പൊട്ടിച്ചു. ഇവന്റെ കൂട്ടുകാർ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ചവിട്ടി പൊട്ടിക്കുമ്പോ ഇതെങ്ങനെ ഇവിടെ മര്യാദക്ക് നിൽക്കും? ട്രെൻഡല്ലേ? ട്രെൻഡ്? എന്റെ ഭാര്യയുടെ വാശിപ്പുറത്ത് വാങ്ങിച്ച വണ്ടിയാ, നിനക്കറിയാമോ? വാശിപ്പുറത്ത് മേടിച്ച വണ്ടിയാണെങ്കിൽ എന്ത്, ഇപ്പൊ അവനത് മേശപ്പുറത്ത് എടുത്തു വെക്കാൻ പാകത്തിനാക്കില്ലേ? നിന്റെ മുതലാളിയുടെ നമ്പർ ആടാ. നിന്റെ ആനയുടെ മുതലാളിയുടെ നമ്പർ ആടാ. നഷ്ടപരിഹാരം ചോദിക്കാനാ? അല്ല, പിന്നെ എന്ത് വിശ്വസിച്ചാണ് ഇത്രയും വലിയൊരു ആനയെ നിന്റെ തന്നു വിട്ടെന്ന് എനിക്ക് അവനെ ചോദിക്കണോടാ. എടാ, ആനയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞ്. എനിക്ക് എന്റെ ആന എന്റെ കുഞ്ഞിനെ പോലെടാ. പാവം, അവന്റെ ആ കുഞ്ഞിക്കാലും കൊണ്ട് ആ വണ്ടിയുടെ പുറത്തൊന്ന് തൊട്ടു, അതിനാണ് പുകില്. നിന്റെ ആനയുടെ കുഞ്ഞിക്കാലിന് എത്ര ടൺ വെയിറ്റ് ഉണ്ടാ? വെറും 10 ടൺ. ആ 10 ടൺ വെച്ചിട്ട് അത് കാണിച്ചു വെച്ചാൽ കോലം കണ്ടാ നീ. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കാറ് വേണം, എനിക്ക് എന്റെ കാറ് വേണം, കാറ് വേണം, കാറ് വേണം. എന്തുവാ എത്തിയൊളിഞ്ഞ് നോക്കുന്നത്? ആ കളിപ്പാട്ടക്കടക്കാര് പോയോ നോക്കിയത് ഒരു കാറ് ഞാൻ മേടിച്ചു തരാം. നിന്റെ 25 രൂപയുടെ കാറല്ല, പിന്നെ ഇത് ലക്ഷങ്ങൾ വിലയുള്ള വണ്ടിയാ. അതാ നിന്റെ ആന ചവിട്ടി പൊടിച്ച് കളഞ്ഞത്. എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കാറ് വേണം, കാറ് വേണം, കാറ് വേണം. എന്റെ ഇളയ ചെറുക്ക 3 വയസ്സുള്ളവന് പോലും ഇത്രയും വാശിയില്ല. 35 വയസ്സുള്ള ഈ മുതുക്കൻ എന്ന് കാണിക്കണ കോക്കാമ്പീച്ചുണ്ടോ? ഒരു കാര്യം പറഞ്ഞേക്കാം, എന്റെ മല്ലപ്പള്ളി പാവത്താനെ പറ്റി ഇങ്ങനെയൊന്നും പറയല്ലേ. മല്ലപ്പള്ളി പാവത്താൻ ആര്? എന്റെ ആന. അപ്പൊ നിന്റെ പേരെന്തോന്ന്? ശൂരനാട് രാജശേഖരൻ. ആനക്കിടാനുള്ള പേരെടുത്ത് അവനിടാനുള്ള പേരെടുത്ത് ആനയ്ക്ക് വിട്ടിട്ട് വന്നിരിക്കുന്നു. ആനയ്ക്ക് മതവളം നിനക്ക് അറിഞ്ഞൂടെ? ആനയ്ക്ക് മതവളവെ നിയന്ത്രിക്കേണ്ട നീയല്ലടാ. നിയന്ത്രിച്ച് ആനയ്ക്ക് മതളങ്ങിയപ്പോ നിക്കവിടെ നീ ഞാൻ ചൂണ്ടി നിർത്തിയതാ. എന്നിട്ട് ആന നിന്നില്ലല്ലോ. ഇതെന്നെ കാണണ്ടാവേ. ഈ സാധനം അശരീരി കേട്ട് ആന നിയന്ത്രിക്കണ എവിടെയെങ്കിലും കണ്ടോ? ആനയ്ക്ക് മതവളം നിനക്ക് അറിഞ്ഞൂടെ? ആനയ്ക്ക് മതവളം കാര്യം. പിന്നെ ആനയ്ക്ക് മതളകുന്ന നേരത്ത് പുള്ളി വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇടും, ഇപ്പൊ ഇളകുന്ന്. ഇത്രയൊക്കെ സംഭവം ഉണ്ടായിട്ടും നിന്റെ ആന മതം പൊട്ടി ബൈപ്പാസിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുക. നീ ഈ വടിയും പിടിച്ചോണ്ട് ഇവിടെ തന്നെ നിന്നോ? ആന ഓടിക്കഴിഞ്ഞ എവിടം വരെ ഓടും? ടോള് വരെ. അവനവിടെ നിൽക്കും. അവന് ഫാസ്റ്റാഗില്ല, അവന് ചമ്മി ഇങ്ങോട്ട് തിരിച്ചു വരും. പിന്നെ എനിക്ക് പോയിട്ട് വേറെ വല്ല ജോലികളുണ്ടോ? ഇല്ല. കുറച്ചു നേരം ഇവിടെ നിൽക്കാൻ പറ്റുമോ? അവ ചമ്മി തിരിച്ചു തന്നെ കാണാം, നമുക്ക് നോക്കി ചിരിക്കാം. ആന മതം പൊട്ടി ഓടിയ നീ കണ്ട? നീ എന്തിനു കോണോട് കോണോടിയത്? ആന കോണോട് കോണേ പോവുള്ളൂ. കുതിരയാണ് എൽ ഷേപ്പിൽ പോണത്. നിന്റെ ആനയുടെ കാര്യമല്ലേ? എനിക്ക് അറിഞ്ഞൂടാ. എന്റെ ഭാര്യ എങ്ങാനും ഇത് കണ്ടോണ്ട് വന്നു കഴിഞ്ഞാൽ അവള് തലതല്ലി ചാവും. എനിക്ക് അറിഞ്ഞൂടാ ദൈവമേ. അവളടുത്ത് ഞാൻ എന്ത് സമാധാനം പറയുമോ എന്തോ. അവള് വരുന്നു, ഞാൻ എന്ത് ചെയ്യും? എടാ, എന്ത് ചെയ്യുമെന്ന് നീ ആ മുണ്ടയിച്ചേ. നീ മുണ്ടയിച്ച എന്റെ ഭാര്യ വരും. നീ മുണ്ടയിക്കേ. ഞാൻ ആ ടൈപ്പൊന്നുമല്ല. വരുമ്പോ മുണ്ടഴിക്കാൻ. ആ മുണ്ടയിച്ചൊന്ന് താടാഞ്ഞോട്ട്. മുണ്ടഴിച്ച ശരിയാവൂല. കഴുകിയിട്ടേക്കോ? എന്ത് ആ മുണ്ടായിട്ടൊന്ന് താടാഞ്ഞോട്ട് കാറ് മൂടിയിടാനാ. എന്റെ പൊന്നളിയാ, എന്റെ മുണ്ടഴിച്ച് മൂടിക്കഴിഞ്ഞാൽ ആ മിററ് മാത്രമേ മൂടുള്ളൂ. അല്ല, ഇനിയിപ്പോ എന്തോ മൂടിക്കോ. അവള് വന്ന് കണ്ടു കഴിഞ്ഞ ദൈവമേ, എന്റെ ഭാര്യ തല തല്ലിച്ചാവും. പിടിയെ നോക്കിക്കൊണ്ടിരിക്കാതെ അതെങ്കിലും ചെയ്ത് എനിക്ക് വേണ്ടി. എന്താ പൊന്ന് തോട്ടി അതിന്റെ ഇടയ്ക്ക്. ചേട്ടാ, ചേട്ടാ, പൂമാല റെഡി, 4 നാരങ്ങ റെഡി, 4 ടയറിന്റെ അടിയിൽ വെച്ചിട്ട് വേണം നമുക്ക് വണ്ടി ഇറക്കാൻ. ചേട്ടാ എന്തിനാ കരയുന്നേ?
സന്തോഷം കൊണ്ടാ. സ്വന്തം കാർ ആന ചവിട്ടി പ്ലിങ്ങിട്ടേച്ച് സന്തോഷിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. എന്റെ ചേട്ടന്റെ മുണ്ടെന്തിയെ? മുണ്ട് കാക്ക തൂറി. കാക്ക തൂറിയെന്ന്? സാധാരണ തലയിലോ ഷോൾഡറിലോ ഒക്കെ അല്ലേ, ഇതെന്താ മുണ്ടിൽ എങ്ങനെ ഇത്? ഇത് ലക്ഷ്യബോധമുള്ള കാക്കയാ. നേരെ പറന്ന് താന്നിറങ്ങി സൈഡിൽ കൂടെ പോകാനും കാല് പൊക്കി ഒറ്റയടി. കാക്ക ചുമ്മാ വെറൈറ്റിക്ക് വേണ്ടി ഒരൊറ്റയടി. ചേട്ടാ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത് കാർ എവിടെ? കാറ് കാക്ക കൊണ്ടുപോയി. കാക്ക കൊണ്ടുപോയെന്നു? എന്തുവാ ചേട്ടാ പറയാ? എടി നമ്മളെ ബഷീർ കാക്കയില്ലേ, പുള്ളി കാർ എടുത്തോണ്ട് പള്ളി കൊണ്ട് പോയിരിക്കുക. ഒരു പട്ട എന്തോ കെട്ട. നമുക്ക് എല്ലാ മതവും ഒന്നല്ലേ? എല്ലാരും നമുക്ക് ഒരുപോലെ. ഫ്രണ്ട് സീറ്റ് എനിക്ക് തന്നെ വേണം കേട്ടോ. ഫ്രണ്ട് സീറ്റോ ബാക്ക് സീറ്റോ സൈഡ് സീറ്റോ ഇളക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോ. ചേട്ടാ നമുക്ക് പൂജിച്ചു കഴിഞ്ഞാൽ ആദ്യം തന്നെ വണ്ടിയായിട്ട് എനിക്ക് എന്റെ വീട്ടിലോട്ട് പോകണം. എന്റെ വീടിന്റെ അപ്പുറത്ത് സിന്ധു സന്ധ്യയൊക്കെ ഉണ്ട്. അവളുമാരുടെ മുമ്പിലൊക്കെ എനിക്കൊന്ന് ഞെളിഞ്ഞ് നിൽക്കണം ഈ കാറിന്റെ പെട്ട്. പ്ലീച്ചിട്ടേക്കട ഈ കാറും കൂടെ അവിടെ പോയി ഞെളിഞ്ഞ് നിൽക്കുന്നു. എപ്പ പ്ലിങ്ങിന്ന് വെച്ചാൽ മതി. ഇതാരാ ഇത്? കുറെ നേരം ഇത് ആനപ്പാപ്പാൻ. പാപ്പാനാണോ? ഞാൻ കരുതി ക്രിക്കറ്റ് കളി കഴിഞ്ഞ് വന്നിട്ട് ഏതോ പിള്ളേര് സ്റ്റമ്പും പിടിച്ചോണ്ട് നിൽക്കുക. അങ്ങനെ കൊച്ചായിട്ട് കാണല്ലേ. എന്റെ ജീവിതം മാറ്റിമറിച്ച മനുഷ്യനായി നിൽക്കുന്നു. വാസ്തവം. ഏതെങ്കിലും അപകടാവസ്ഥയിൽ പുള്ളി രക്ഷിച്ചോ? ഇല്ല, എന്നൊരു അപകടത്തിലേക്ക് തള്ളിവിട്ടതവനാ. ചേട്ടാ കഥ പറഞ്ഞോണ്ടിരിക്കുന്നത് കാറ് കാണിക്ക് ചേട്ടാ. ഇവിടെ നിർത്തിട്ട് കാറ് കാണിക്കാ. എന്റെ പൊന്നിന്റെ അടുത്തേ ചേട്ടാ ഒരു കാര്യം പറഞ്ഞ കേക്കൂ. അപ്പൊ ഈ വർഷത്തെ ഉത്സവത്തിന് നിങ്ങൾ അവളെ കണ്ടല്ലേ? നിങ്ങളുടെ കാമുകയെ. എന്റെ ദൈവമേ, ഇല്ലാത്ത ആരോപണം എന്റെ തലയെ കൊണ്ട് വയ്ക്കല്ലേ. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അടുത്ത്. നിനക്ക് പറ്റിക്കണം ആരൊക്കെ ഞാൻ പറയാം. ഇവിടെ ഞാൻ കൊണ്ടുവന്ന ആന ഇടഞ്ഞു കഴിഞ്ഞ് കുറെ കാറ് ഓട്ടോറിക്ഷയൊക്കെ ചവിട്ടി കൂട്ടി പൊട്ടിച്ചു. അതിന്റെ കൂടെ നിങ്ങളുടെ കാറും ആന ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു. ജസ്റ്റ് ടൈം പാസ്. ആണ്ട വേടെടുക്കണു. അവിടെ മൂടിയിട്ടേക്കണു കൊണ്ടുപോയി. എന്റെ ദൈവമേ, ആരെങ്കിലും വെച്ചോ ലോങ് പോകുമ്പോ മണപ്പിക്കാ ഛർദ്ദി. ചേട്ടാ ആ ആന ഇത് മതവിളക്കിയപ്പോ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. എന്റെ ദൈവമേ, എന്റെ ചേട്ടനൊന്നും പറ്റിയില്ലല്ലോ. ഈ ആന കാരണം ഓരോ സ്ഥലത്ത് എന്തൊക്കെ പ്രശ്നങ്ങളാ ഉണ്ടാവുന്നത്. അതിനാണോ ചേട്ടൻ ഇത്രയും ടെൻഷൻ അടിച്ചോണ്ട് ഇവിടെ നിന്നത്? അതിനാണോ എന്റെ പൊന്ന് ഇത്രയും ടെൻഷൻ അടിച്ചോണ്ട് നിന്നത്? ഇങ്ങോട്ട് നോക്കിയേ, ഈ കാറാണോ ഇപ്പൊ പ്രശ്നം? അതൊക്കെ വിധിയാന്നും പറഞ്ഞ് നമുക്കൊന്ന് സമാധാനിക്കാം ചേട്ടാ എന്ന് ഞാൻ പറയുന്നു കരുതിയോ? 20 പവൻ സ്വർണം പണയം വെച്ചിട്ട് എനിക്ക് കാർ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഈ കാറാണോ ഇത്? എന്റെ കാറോടെ എന്റെ കാർ എന്ത് ചെയ്യുന്നു? നീ റൂട്ട് മാറ്റി പോവല്ലേ, ഞാൻ പെട്ടുപോകും. എന്റെ കാർ മനുഷ്യ, ഇത് എങ്ങനെ? എനിക്ക് പറ്റത്തില്ല. ഞാൻ ഇനി അച്ഛന്റെ അടുത്ത് എന്തോ പറയും? കാർ എവിടെ? എടോ കള്ളു കുടിച്ചിട്ടാണോടോ നിങ്ങൾ ഈ ആനയും കൊണ്ട് ഈ അമ്പലപ്പറപ്പിൽ വന്നത്? പെൺപിള്ളേ, ഞാൻ കള്ളു കുടിക്കാറില്ല. അഥവാ ഡ്യൂട്ടി സമയത്ത് മദ്യപിക്കാറേ ഇല്ല. എന്റെ അന്നം സത്യം. പിന്നെ ഇതാണ് എന്റെ ചോറ്. ഒരു നാരങ്ങ ചാറുകൊണ്ട് പെട്ടക്ക് ഞാനിത് വീട്ടിൽ കൊണ്ട് പോവാത്തത്. ഇത് ആനപ്പിണ്ട അല്ലാണ്ട് ചക്കര ഉണ്ടി അല്ല. രണ്ടുപേരോട് നിന്ന് കളിക്കുന്നത് കൊള്ളാം. എനിക്ക് ഇന്ന് എന്റെ കാറ് കെട്ടിക്കോണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് കുടുംബത്തോട്ട് വന്ന് പോയേക്കരുത്. ദൈവമേ, ഞാൻ ഇനി അവളുമാരുടെ അടുത്ത് ഞാൻ എങ്ങനെ? എനിക്ക് അവള് പറഞ്ഞിട്ട് പോയ കേട്ടോടാ, കാറില്ലെങ്കിൽ അങ്ങോട്ട് ചെല്ലണ്ടെന്ന്. നിന്റെ മുതലാളി നമ്പർ എടു. മുതലാളി ഇവിടെ ഇല്ല, മുതലാളി ദുബായിലാണ്. ദുബായി ആണെങ്കിൽ എവിടെയാണെങ്കിലും അവന്റെ വന്നിട്ട് എനിക്ക് കാർ വാങ്ങിച്ചു തരാൻ പറ. എന്നെ പൊന്നു സുഹൃത്തെ, മുതലാളിയൊക്കെ അവിടുന്ന് വരാൻ ഒരുപാട് ടൈം എടുക്കും. ഒരു നടപടിയില്ല. പുള്ളി വരുമ്പോ നിനക്ക് കാറ് മേടിച്ചു തരും. ശരി, അതുവരെ ഒരു കാര്യം ചെയ്യ്. നിന്റെ ഓടിപ്പോ ആനല്ലേ, അതിനെ പിടിച്ചോണ്ട് എന്റെ വീട്ടിൽ കൊണ്ട് കെട്ട്. അയ്യോ, ആനനെ എന്റെ വീട്ടിൽ കൊണ്ടൊന്ന് കെട്ടാൻ. എടാവേ, അതിന് മതളകി ആന, അതിന് പ്രാന്താണ്. നിന്നെ കൊണ്ട് താങ്ങൂല അത്. മതളവി ആന പിന്നെയും തിളയ്ക്കാം. അതുപോലെയല്ല കലിയളവി പോയ എന്റെ ഭാര്യ, അവളെ എനിക്ക് നന്നായിട്ട് അറിയാടാ.